ചെറുപ്പം മുതലുള്ള ഒരു അതിയായ സന്തോഷമാണ് ഓസ്ട്രേലിയ ഒരു മാച്ച് തോക്കുക, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അവർ പുറത്താവുക, അവർ സെമിയിലും ഫൈനലും ഇല്ലാത്തൊരവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബിഗ് ടീം ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ പുറത്താവുന്നു. അതെ, അങ്ങനെ ഈ വേൾഡ് കപ്പിൽ നിന്നും ഓസ്ട്രേലിയ പുറത്തായി. ഡേ 11 ഇന്ന് നടന്ന സിംബാബ്വെ അയർലാൻഡ് മാച്ച് വാഷ് ഔട്ടായി മഴ കാരണം. സിംബാബ്വെക്ക് അങ്ങനെ 5 പോയിന്റ് ആയി, അവര് സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ആയി. ഇന്ന് നടന്ന ആദ്യത്തെ മാച്ച് ന്യൂസിലാൻഡ് വേഴ്സസ് കാനഡ. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ യുവരാജ് സാമറയുടെ ഒരു ഉഗ്രൻ സെഞ്ചുറി കരുത്തിൽ 170+ സ്കോർ സെറ്റ് ചെയ്തു. എന്തു പറയാം, രണ്ടാമത് ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഗ്ലെൻ ഫിലിപ്പിന്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ഈസി ആയിട്ട് റൺ ചേസ് ചെയ്തു. അങ്ങനെ അവർ സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ആയി. യുവരാജ് സാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് 19 വയസ്സേ ഉള്ളൂ. ഇന്നലെയാണ് ആദ്യത്തെ സെഞ്ചുറി വേൾഡ് കപ്പിൽ പിറന്നത്, ഇന്നത് രണ്ടാമത്തെ. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. സൂപ്പർ 8ലും സെമിയിലും ഫൈനലിലൊക്കെ ഒരുപാട് സെഞ്ചുറികൾ പറക്കട്ടെ, കളി ഉഷാറാവട്ടെ. ലാസ്റ്റ് മാച്ച് നേപ്പാൾ വേഴ്സസ് സ്കോട്ട്ലാൻഡ്. രണ്ട് ടീമുകളും ഓൾറെഡി എലിമിനേറ്റ് ആയതാണ്, അതുകൊണ്ട് വലിയ പ്രസക്തിയല്ല. പക്ഷേ നേപ്പാളിൻ്റെ പെർസ്പെക്റ്റീവിൽ അവർക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ ഒരു വിജയം പോലും ഇല്ല. പക്ഷേ ഇന്ന് അവർക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതും സ്കോട്ട്ലാൻഡിനെ ചേസ് ചെയ്ത് തോൽപ്പിച്ചു. സൂപ്പർ 8ന്റെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഗ്രൂപ്പ് എ ഓൾമോസ്റ്റ് റെഡിയായി. ഗ്രൂപ്പ് ബിയിൽ ഇനി ഒരു ടീമും കൂടിയും കൺഫേം ആവേണ്ടതുണ്ട്. അത് മിക്കവാറും പാകിസ്ഥാൻ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഒരു ടഫ് സൂപ്പർ 8 മത്സരങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ തോറ്റാൽ USA ചാൻസ് ഉണ്ട്. എന്തായാലും നാളത്തെ മാച്ച് ക്രൂഷ്യലാണ് പാകിസ്ഥാന്. ഇന്ത്യ നാളെ നെതർലാൻഡ്സിനെ നേരിടുകയാണ്, അതും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലെറ്റ്സ് വാച്ച്. എക്സ്പെക്ട് ചെയ്ത ടീംസ് ഒക്കെ സൂപ്പർ 8ൽ എത്തിയോ?